ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രഗ്നൻസിക്ക് ശേഷം വരുന്ന ട്രോമയെ പറ്റിയാണ്. ഈ ഇടയായി ഒരുപാട് പിള്ളേർ, അതായത് റീസെൻ്റ്ലി ഡെലിവറി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ പ്രഗ്നൻസി ട്രോമയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലങ്ങളായി, ഇതൊരു 2-3 വർഷങ്ങളായിട്ട് കുറേ കേസുകൾ ഇങ്ങനത്തെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ അഡോളസൻസ് കേസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു കല്യാണപ്രായമായിട്ടുള്ള കുട്ടികളുടെ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, വേറെ വല്ല വിഷയമായിട്ടുള്ള കേസാണെങ്കിൽ കൂടി വെറുതെ ഒന്ന് ചോദിക്കാറുണ്ട്, ഞാൻ എന്താണ് ഭാവി പരിപാടി, മാരേജിനെ പറ്റി, കുട്ടികളെയൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പോരാറുണ്ട്. അതായത് എൻ്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് കേസുകൾ കാണാൻ തുടങ്ങിയ കാലം മുതലേ ഈ അഡോളസൻ കേസുകൾ ഒരു 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 കല്യാണപ്രായമായ ഒരു കുട്ടീനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു തോട്ടും ഇന്നത്തെ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ള കുട്ടികളുടെ ഒരു തോട്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പറയുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ സെക്സുമായി റിലേറ്റഡ് ആയി അല്ലെങ്കിൽ പ്രഗ്നൻസിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും പ്രഗ്നൻസിയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു, വേദന വന്നു അപ്പം അങ്ങനെ പോയി പ്രസവിച്ചു വന്നു, ആ ഒരു ദിവസം ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു എന്നല്ലാതെ ഒന്നും അറിയാണ്ട് പോയതിനെ കൊണ്ട് ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ അങ്ങനെ പ്രസവിച്ച് അങ്ങനെ പോയി എന്നൊക്കെ. പക്ഷേ റീസെൻ്റ്ലി എനിക്കിതൊക്കെ അറിയാലോ, എല്ലാം അറിയുന്നതിനെ കൊണ്ട് എനിക്ക് കസിൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇത്താത്തേൻ്റെ ട്രോമ കേട്ടിട്ടുണ്ട്. ഇത്താത്തേൻ്റെ മറ്റേ ബൾബ് ഇൻഡ്യൂസ് ചെയ്ത സമയത്ത് ഈ ഫോളി ബൾബ് എന്ന് പറഞ്ഞിട്ട് ഒരു ബലൂൺ പോലത്തെ ഒരു ബൾബ് സാധനം, ഈ സെർവിക്സ് കോൺട്രാക്ഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റുമാർ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ബൾബ് ഉണ്ട്. അതായത് സെർവിക്സിൻ്റെ വോള് ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതപ്പോൾ 4 നഴ്സുമാരും കൂടെ കയ്യും കാലും ഒക്കെ പിടിച്ചു വെച്ചിട്ടാണ് ചെയ്യാന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഈ അടുത്ത് കൂടിയ ഒരു കുട്ടി, ഒരു പ്രഗ്നൻസിക്ക് ശേഷം വന്നൊരു കുട്ടിയും ഉമ്മയും, ആ ഉമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ കാലത്തൊക്കെ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു, എത്ര വേണമെങ്കിലും പ്രസവിക്കാനും ഒക്കത്തിനും എല്ലാവരും റെഡിയായിരുന്നു, ആ ഒരു ദിവസം മാത്രം കുറച്ച് വേദന സഹിച്ചാൽ മതി, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ഇത് എൻ്റെ മോളെ തന്നെ അവർ ഈ ഫോളി ബൾബ് ഇടുന്നത് കണ്ടിട്ട് 4 പേരും കൂടി പിടിച്ചു വെച്ചിട്ടൊക്കെ അവൾ ഭയങ്കര ആർത്ത് കരഞ്ഞ് പിടിച്ചു വെച്ച് ഇടുന്നത് കണ്ടിട്ട് ഈ ഉമ്മ ഭയങ്കര ട്രോമാറ്റിക് ആയി പോവുകയും, ഉമ്മ 5-6 ദിവസത്തേക്ക് കരച്ചിൽ നിർത്താതെ ഉമ്മയ്ക്ക് ഭയങ്കര ഇത് കണ്ട് ട്രോമയായി പോവുകയൊക്കെ ഉണ്ടായ ഒരു അനുഭവം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നിരവധി അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ പറയുന്നുണ്ട്, പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോമയാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ തന്നെ പേടിയാണ്, പ്രഗ്നൻസി പേടിയാണ്, കുട്ടികളെ എങ്ങനെ വളർത്തും, എൻ്റെ ലൈഫ് എങ്ങനെ പോവും, എങ്ങനെ ട്രാവലൊക്കെ ചെയ്യാൻ പറ്റുമോ, ടൂറൊക്കെ പോകാൻ പറ്റുമോ, ഇപ്പോഴത്തെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ നഷ്ടപ്പെടൂലേ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ്. ഇവിടെ 2 വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, പങ്കാളിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, അത് കല്യാണശേഷം കിട്ടാതെ ആവോ, കല്യാണശേഷം ഒരുപാട് ആൾക്കാർ കല്യാണശേഷം ട്രിപ്പ് പോകുന്നതും ട്രാവൽ പോകുന്നതും പല കാര്യങ്ങൾ ചെയ്യുന്നതും കുട്ടികളുണ്ട് എന്ന് വെച്ചിട്ട് അതിനൊക്കെ തടസ്സമായി കുട്ടിയായാലോ ഇനി വീട്ടിൽ അടങ്ങിയിരിക്കാമെന്നൊക്കെ ഉള്ള ചിന്താഗതി അല്ലാതെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് പോകുന്നതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നത്തെ ഒരു യൂത്തിന് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഒരു ജോലി ചെയ്ത് വർക്കഹോളിക്കായി ഹാർഡ് വർക്ക് ചെയ്ത് വീടുണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ സ്വപ്നത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇടപെടലുകൾ കൊണ്ടാവാം ചിലപ്പം. പക്ഷെ എന്നിരുന്നാലും കൂടെ ഒരുപാട് ട്രാവൽ ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ പോകണം, ഒരുപാട് ഹാപ്പി ഹോർമോൺസുകൾ റിലീസ് ആവണം, ഒരു എൻഡോർഫിൻ റഷുകൾ, ഒരു അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു അവരുടെ ഒരു ഗോളും എയിമും ഒക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഓൾറെഡി ഇങ്ങനെ ഒരുപാട് ട്രോമാസ് കിട്ടിയിട്ടുള്ള ആളുടെ കഥകൾ കേൾക്കുമ്പോൾ മാരേജ് ചെയ്യാനും തൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടിയും, മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസീൻ്റെ ട്രോമ, ഡെലിവറി പെയിന്, ലേബർ റൂമിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സുഖപ്രസവമാക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നതായിട്ട് ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ പറയുക ഇത് ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റലിനെയും ഒക്കെ കുറ്റം പറയും. ചിലർ പറയും ചില ഗൈനക്കോളജിസ്റ്റുമാർക്ക് വാശിയാണ്, ഞാൻ
നോർമൽ ഡെലിവറിയെ ചെയ്യിപ്പിക്കുകയുള്ളൂ. അത് സമൂഹത്തിൻ്റെ ഒരു സ്റ്റിഗ്മേനെ കൊണ്ട് ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫോഴ്സ് വരുന്നതായിരിക്കും. ചില ആൾക്കാർ നോർമൽ ഡെലിവറി നടത്തുന്ന ഗൈനക്കോളജിസ്റ്റുമാരെ മാത്രമേ ചിലപ്പം കാണിക്കാൻ തന്നെ പോവുള്ളൂ. ചില ആൾക്കാർ ഫാമിലിയിൽ നിന്ന്, ഇപ്പം എൻ്റെ കുറേ ക്ലയൻസുകൾ പറഞ്ഞ കുറേ സ്റ്റോറീസാണ്. ഒരു ക്ലയൻറ്റിന് സെർവിക്സ് ഓപ്പൺ ആവുന്നില്ല, പെയിൻ വരുന്നില്ല. അപ്പോൾ പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഈ ബൾബ് ഇടുന്ന പ്രൊസീജിയറൊക്കെ അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഈ ബൾബ് ഇടുന്ന ചില ആൾക്കാർക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല, എന്നാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻറ്റൻസ് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. അതൊക്കെ സഹിച്ചിട്ടും ബൾബ് ഊരി താഴെ വീഴുന്നില്ല. ഇപ്പോൾ ഈ ബൾബ് ഉള്ളിലേക്ക് ഒരു വയറിട്ടതിൻ്റെ ശേഷം ഈ ബൾബ് അവിടെ ഇത്ര ml സലൈൻ വാട്ടറോ എന്തോ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ ബൾബ് പോലെ സെർവിക്സിൽ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ സെർവിക്സ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബൾബ് താഴേക്ക് വീകും. അപ്പോൾ ആ ബൾബിൻ്റെ ഒരറ്റം, ആ ഒരു ബലൂൺ പോലത്തെ ആ സാധനത്തിൻ്റെ ഒരറ്റം തൈസിൻ്റെ മേലെ, തൊടേൻ്റെ മേലെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് എത്രയോ മണിക്കൂറുകളായിട്ടും ഇത് വീഴാതെ പിന്നെയും വേറെ പല മെത്തേഡുകളും ട്രൈ ചെയ്ത് സുഖപ്രസവമാക്കാൻ നോക്കി ശ്രമിച്ച് അങ്ങനെ വാട്ടർ ബ്രേക്കേജ് വന്നു, അങ്ങനെ കോംപ്ലിക്കേഷൻസ് വന്നു. ലാസ്റ്റ് സി സെക്ഷനിൽ തന്നെ സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വന്ന ഒക്കെ ഒരുപാട് കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് വേറൊരു കേസ് എന്നോട് പറഞ്ഞു, ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ട്രോമ പറയുമ്പം അവരുടെ സങ്കടം ഉണ്ടല്ലോ, ശരീരമൊക്കെ ശരിക്കും ഇങ്ങനെ ചുരുട്ടിയൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ പറയുക. എനിക്ക് ആ സമയത്ത് ലേബർ റൂം ട്രോമയായിപ്പോയി മാഡം, ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനോട് പുറത്ത് പോയിട്ട് സിസേറിയൻ ആക്കട്ടെ, അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അയ്യേ എൻ്റെ ഭാര്യേൻ്റെ മേലെ കത്തി വയ്ക്കാൻ ഞാൻ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഡയലോഗുകളൊക്കെ ആ സമയത്ത് കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിനൊക്കെ സഹിക്കാൻ ഒരു പെണ്ണിന് പറ്റുക എന്നൊക്കെയാണ് ഈ കുട്ടി പറഞ്ഞത്. വേറൊരു കുട്ടി പറഞ്ഞു, നേഴ്സുമാർ ചീത്ത പറയുന്നു. ഇത് എല്ലാ നേഴ്സുമാരെയും, എല്ലാ ഹസ്ബൻഡുമാരെയും, എല്ലാ ഗൈനക്കോളജിസ്റ്റുമാരെയും ഒന്നുമല്ല ഞാൻ പറയണേ കേട്ടോ. ഞാൻ കേട്ടിട്ടുള്ള അനുഭവം, എൻ്റെ അടുത്ത് വരുന്നത് ഈ ട്രോമ കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ കേൾക്കുന്നതൊക്കെ ഇങ്ങനത്തെ ട്രോമാറ്റിക് സ്റ്റോറീസുകളായിരിക്കും. അപ്പോൾ ആരെയും ഞാൻ ഉദ്ദേശം വെച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാ ഗൈനക്കുമാരും, എല്ലാ നേഴ്സുമാരും, എല്ലാ ഇൻലോസും ഭർത്താവും ഇങ്ങനെയാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു ബോധം വന്ന് അവർ മാറിക്കഴിഞ്ഞാൽ അത്രയെങ്കിലും ഒരു നല്ല കാര്യമായല്ലോ എന്ന് വിചാരിച്ചിട്ട് തുറന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൂ. പേഷ്യൻസിൻ്റെ വിവരങ്ങളോ ഇൻഫർമേഷൻസ്, പേര്, വിവരം ഒന്നും പറയാതെ ഒരുപാട് പേഷ്യൻസ് പറഞ്ഞ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ നേഴ്സ് വന്നിട്ട് ഇവൾ വേദനയാവുന്ന നേഴ്സെ, എനിക്ക് പറ്റുന്നില്ല, ഈ PV ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് വേദനയാവുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ നേഴ്സ് വളരെ, എനിക്ക് വീഡിയോയിൽ പോലും പറയാൻ പറ്റാത്ത അത്ര ഒരു അളവിൽ നിനക്ക് അന്നേരം ആലോചിച്ചുകൂടായിരുന്നോ, ഇതിനൊക്കെ നിൽക്കുമ്പോൾ ആലോചിച്ചുകൂടായിരുന്നോ എന്ന് വളരെ വൃത്തികെട്ട ലാംഗ്വേജിൽ ആ ഒരു നേഴ്സ് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ആകെ സങ്കടമായി. അതുപോലെ വേറൊരു ക്ലൈൻറ്റ് പറഞ്ഞു, ഡോക്ടർ ഭയങ്കര എന്താ പറയുക, ഒരു മൂഷാട്ട സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ ഭയങ്കര ഇതായിട്ട്, ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ പ്രസവം ഞാൻ എടുക്കൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞു ചീത്ത പറഞ്ഞു. അപ്പോൾ ഈ പ്രഗ്നൻസി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ട്രോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് ലേബർ റൂമിലൊക്കെ ഒരുപാട് സ്റ്റോറീസിൽ ഈ പെൺകുട്ടികൾ വേദനയെ കൊണ്ടിട്ട് തെറി പറയുക, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ തെറി പറയുക, അല്ലെങ്കിൽ ഇൻലോസിനെ പറ്റി പറയുക, അല്ലെങ്കിൽ ഡോക്ടറെ തെറി വിളിക്കുക, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ ആ ഒരു പെയിനിലാണ് അങ്ങനെ ഇരിക്കുന്നത്, ആ പെയിനെ കൊണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഈ ലേബർ റൂമിലുള്ള നഴ്സുമാർക്ക്, ഡോക്ടർമാർക്ക്, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഇൻലോസിന്, ഹസ്ബൻഡിന്, അവർക്കൊക്കെ ഇത് മനസ്സിലാക്കണം. ഈ ലേബർ പെയിൻ അല്ലെങ്കിൽ ഒരു പ്രസവ സമയത്ത് ഒരു പെൺകുട്ടിയിലൂടെ കടന്നു പോകുന്ന ട്രോമാസ്, ഹോർമോണൽ സാധനങ്ങൾ, ഓരോ ഫീലിങ്സുകൾ. ഇപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അതായത് പ്രസവ ശേഷം ഉണ്ടാവുന്ന ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, പ്രസവശേഷം ഉണ്ടാവുന്ന സൈക്കോസിസ്, അല്ലെങ്കിൽ കുട്ടീനെ വലിച്ചെറിയാൻ തോന്നുക, കുട്ടീനെ വേണ്ട തോന്നുക, ആത്മഹത്യ ചെയ്യണം തോന്നുക, ഒച്ചയിടുക, ആർത്ത് വിളിക്കുക, എല്ലാവരും തെറി പറയുക, ചീത്ത പറയുക, മൈഗ്രെയിൻ വരിക, ഭയങ്കര ഹെഡേക്ക് വരിക, ആരും കാണണ്ട, മൈഗ്രെയിൻ പോലെ ഭയങ്കര ലൈറ്റ് പറ്റില്ല, സൗണ്ട് പറ്റില്ല, ഇങ്ങനത്തെയൊക്കെ ഓരോ ട്രോമാറ്റിക് കാര്യങ്ങൾ നടക്കുന്നത് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം സപ്പോർട്ട് കുറവുള്ള ഇൻലോസോ ഫാമിലിയോ ഹസ്ബൻഡോ ഡോക്ടറോ നേഴ്സോ ആയിരിക്കാം. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാത്ത ഒരു കാര്യമായിരിക്കാം. ഇങ്ങനത്തെ കേസുകൾ ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്.
സുഖപ്രസവം ആയാൽ മാത്രമേ, അല്ലെങ്കിൽ നൊന്ത് പ്രസവിക്കണം, അല്ലെങ്കിൽ വേദന സഹിച്ചുകൊണ്ട് അങ്ങനെ പ്രസവിച്ചാൽ മാത്രമേ തനിക്ക് തൻ്റെ മക്കളോട് സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് കുറേ ആൾക്കാർ പറയുന്നത് കേൾക്കാം. അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. സി സെക്ഷൻ ആയാലും, അതായത് സിസേറിയൻ ആയാലും എത്ര ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് മക്കളെ, സുഖപ്രസവമായിട്ട് സ്നേഹിക്കാണ്ട് ഇരിക്കുന്നുണ്ട് മക്കളെ. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ, അങ്ങനത്തെ ഓരോ തോട്ട്സുകൾ ഓരോ ആൾക്കാർ തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സുഖപ്രസവം ആണെങ്കിലാണ് നല്ലത്, അപ്പോഴേ നിനക്ക് കുട്ടീനോട് ഒരു അറ്റാച്ച്മെൻറ്റ് വരൂ, ബോണ്ടിങ് വരൂ എന്നൊക്കെ പറഞ്ഞ് തലയിൽ കയറ്റിയിട്ട് അതൊരു ട്രോമയായിട്ട് ഈ തീരെ സെർവിക്സ് ഓപ്പൺ ആവാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എത്ര പെയിനിന് മെഡിസിൻ ഇൻഡ്യൂസ് ചെയ്താലും, ഈ ബൾബ് ഇട്ട് കഴിഞ്ഞാലും സെർവിക്സ് ഓപ്പൺ ആവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്ത് കഴിഞ്ഞിട്ടും സുഖപ്രസവം ആവാതെ സി സെക്ഷൻ ചെയ്യേണ്ടി വന്നേയും കോംപ്ലിക്കേഷൻസ് വന്നേയായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് മണിക്കൂറുകളോളം ഈ ഒരു സെർവിക്സ് ഓപ്പൺ ആവുന്നില്ല എന്ന് PV ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത് ഒരു തരം വാശി പോലെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല പേഴ്സണലി എങ്ങനെ ഇതിനെ പറയണമെന്ന് അറിയില്ല. ഒരുപാട് പേര് ഇതേപോലത്തെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളതിനെ കൊണ്ടിട്ട് ഇത് ലൈഫ് സ്റ്റൈലിൻ്റെ കുഴപ്പമാണോ, പണ്ടുള്ള ഉമ്മമാരൊക്കെ എത്രയോ പ്രസവങ്ങൾ 10ഉം 11ഉം മക്കളെയൊക്കെ വളരെ ഈസി ആയിട്ട് പ്രസവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ അവരുടെ മക്കളൊക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഈ ഉമ്മമാരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ടായിരുന്നോ, നിങ്ങളെ പ്രസവമൊക്കെ എങ്ങനെയായിരുന്നു, കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നോ എന്നൊക്കെ. അപ്പോൾ അവർ പറയും, നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച ഇവളുടെ ഒരു പ്രായത്തിൻ്റെ ഇതിനെ കൊണ്ടിട്ടാണ്, ഇന്നത്തെ ജനറേഷൻ എന്താ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ലേബർ റൂമിലൊക്കെ നടക്കുന്ന ഓരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര വിഷമമായിപ്പോയി. ഇങ്ങനൊരു ട്രോമയായിപ്പോയി. ഒരു കുട്ടി ജനിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷവും, ആ ഒരു ഡെലിവറി പെയിൻ കഴിഞ്ഞ് കുട്ടീനെ പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന, നമ്മളൊക്കെ ചിരിക്കുകയും സന്തോഷിക്കുകയും പൊട്ടി സന്തോഷം കൊണ്ട് കരയുകയും അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങളും, കുട്ടീനെ വേഗം തന്നെ അടുത്ത് കിടത്തുകയൊക്കെ ഉണ്ടാവും. ഈ ഹാപ്പി ഹവർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെയുള്ള ആ ഒരു മണിക്കൂറിൽ കുട്ടീനെ പിന്നെ ഈ പേഷ്യൻറ്റിൻ്റെ, അതായത് കുട്ടീനെ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി. ഓക്കെ, ആ ഒരു സമയത്ത് ഭയങ്കരമായൊരു ബോണ്ടിങ്ങും ഹാപ്പി ഹോർമോൺസുകളും അമ്മയിലും കുഞ്ഞിലും റിലീസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ എത്ര ആൾക്കാർ, ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കൊളീഗ്സ് ആയിട്ടും കസിൻസ് ആയിട്ടും പേഷ്യൻസ് ആയിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, പ്രസവത്തിൻ്റെ ശേഷം അങ്ങനെ ഒരു ഹാപ്പി ഹവറിന് അല്ലെങ്കിൽ കുഞ്ഞിനെ അങ്ങനെ ചെസ്റ്റിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നോ എന്ന് ഒരുപാട് ആൾക്കാർ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഒരു അനുഭവമായാൽ പോലും ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് കുട്ടീനെ അടുത്തേക്ക് കുറച്ച് കുട്ടിയുടെ ബോഡി എൻ്റെ ബോഡിയും തമ്മിൽ ടച്ച് ചെയ്യിപ്പിക്കെങ്കിലും ചെയ്യും എന്നുള്ളത്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുട്ടി ഇതാണ് ഇന്ന കുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ അവരങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടീനെ കാണുന്നത്. ആ ലേബർ റൂം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, ഒരു പ്രീ ICU ഒക്കെ പോലത്തെ സ്ഥലത്ത്. അവിടെ നമ്മളിങ്ങനെ ഇരിക്കുക, നമ്മളെ കുട്ടീനെ റൂമിലേക്ക് വിട്ടിട്ടുണ്ട്, അവിടെ കുറേ ആൾക്കാർ വരുന്നു, ഗസ്റ്റ് വരുന്നു, അവിടെ ഭയങ്കര സന്തോഷം, നമുക്കൊരു ട്രോമ പോലെ. അങ്ങനെ അപ്പോൾ ഇത് എൻ്റെ അനുഭവം മാത്രമല്ല, എൻ്റെ അനുഭവമായിരുന്നെങ്കിൽ ഞാൻ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് അതിനെ മനസ്സിലാക്കിയത്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ക്ലയൻസുകൾ വരാറുണ്ട് കൗൺസിലിങ്ങിനും, ഈ പ്രസവത്തിന് ശേഷം വരുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷനായിട്ടും ട്രോമയായിട്ടും. ഇനിയൊരു കുട്ടി എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ എന്ന് പറയുന്നേയും, ഈ ലേബർ റൂമിലെ കഥകൾ ചോദിക്കുമ്പം തന്നെ ഭയങ്കര ബോഡി മൊത്തം പാനിക് അറ്റാക്കൊക്കെ പോലെ ഷിവർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് പേഷ്യൻസുകൾ പ്രസവത്തിന് ശേഷം പിന്നെ സംസാരിക്കാതെയായി, ഒന്നും കഴിക്കണില്ല, കുട്ടീനെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് ആയിട്ട് ഒരുപാട് പേര് പേഷ്യൻസിനെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്കിലൂടെ ഞാൻ ഒരു കൺക്ലൂഷനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പിറക്കുക എന്നൊക്കെ പറയുന്ന ഒരു മാജിക്കലായ ഒരു കാര്യമാണ്. അതിനെ കൊണ്ടുപോയി ട്രോമയായി, ഭയങ്കര ട്രോമാറ്റിക് ഇവൻ്റായി നടത്തുക, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക, പെയിൻ ഇൻഡ്യൂസ് ചെയ്യുക, അതൊക്കെ സയൻറ്റിഫിക്കലായിട്ട് ഗൈനക്കുമാർക്ക് മാത്രം അറിയുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനൊന്നും നിഷേധിക്കുകയല്ല. അപ്പോൾ പണ്ട് കാലത്ത് നടന്നുകൊണ്ടിരുന്ന ആ ഒരു സാധനം, ഒരു ഹാപ്പി ആയി പോയി പ്രസവിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ആ ഒരു സാധനം എന്താ ഇല്ലാണ്ടായി പോയെന്നുള്ളത് അറിയില്ല. ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയുന്നതിനെ കൊണ്ട് ആദ്യം തന്നെ ടെൻഷൻ അടിക്കുന്ന ഒരു ടൈപ്പ്
ഇപ്പോൾ കുട്ടികളായിരിക്കുക, അതാണോ എന്താണെന്നറിയില്ല, ഒരു ഹാപ്പി ഹവറോ അല്ലെങ്കിൽ ഒരു ഹാപ്പി ഹോർമോണിൻ്റെ റിലീസോ സന്തോഷമോ ആ ഒരു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. അപ്പം മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതൊക്കെ നമ്മൾ ജീവിക്കുന്നത് തന്നെ നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ മലമറിച്ചുകൊണ്ടോ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഇതിലൊന്നും നമുക്ക് സന്തോഷം കിട്ടണമെന്നില്ല. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഓഫ് എ പ്രഗ്നൻറ്റ് വുമൺ അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസുകളൊക്കെ ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും ശ്രമിക്കുക. നിങ്ങളൊരു അമ്മായിമ്മയാണെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്ന് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ നോക്കുക. നിങ്ങളൊരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്ന് എന്താ ചെയ്യാൻ പറ്റുക നോക്കുക. ആദ്യമേ പ്രൊട്ടക്ഷൻ കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. ഞാൻ ലേബർ റൂമിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവും, എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയാം. നഴ്സുമാർ ശ്രദ്ധിക്കുക, ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ സെക്സ് ചെയ്യാൻ പേടിയായിട്ടുള്ള വജൈനസ്മസ് എന്ന് പറയുന്ന അസുഖമുള്ള കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗൈനക്കുമാരി ചീത്ത പറഞ്ഞു, ഇതാ നീ ഇനി നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നിൻ്റെ ഹസ്ബൻഡ് വേറെ ആളുടെ കൂടെ പോയിട്ടോ വേണ്ടാത്തതിന് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ലോണം ചീത്ത പറയും. എന്നിട്ട് എന്തെങ്കിലും ലൂബ്രിക്കേഷൻ ജെല്ല് കൊടുത്ത് വിടുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ വജനസ്മസ് ഉള്ള പേഷ്യൻസുകളും മാറിപ്പോയി. ആൾക്കാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് അവർ ഒരുപാട് ഗൈനക്കോളജിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്, അവിടെ നിന്നൊന്നും അവർക്കൊരു നല്ല ഒരു ഫീലല്ല കിട്ടിയത്, ചീത്ത ഫീലാണ് കിട്ടിയത് എന്ന്. ഞാൻ ഒരിക്കലും ഗൈനക്കുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയല്ല. ഒരുപാട് ആൾക്കാർ എൻ്റെ പല വീഡിയോസിൻ്റെ അണ്ടറിലും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ അണ്ടറിൽ ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ചില വീഡിയോസുകളിലൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അത് എന്തോ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് തോന്നിയും പിന്നീട് കമൻറ്റ് ബോക്സിൽ നിങ്ങളെപ്പോലത്തെ കുറേ ഓഡിയൻസുകൾ മെസ്സേജ് അയക്കുമ്പോഴാണ് എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ച വീഡിയോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ആയിരിക്കും ചില ആൾക്കാരൊക്കെ ശരിയായിരിക്കും എന്നാൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോനെ തന്നെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളിയായ മെൻ്റൽ ഹെൽത്തും കാര്യങ്ങളും നല്ല ഹാപ്പി ആയിട്ടുള്ള പ്രഗ്നൻസിയും കാര്യങ്ങളും പ്രഗ്നൻസിക്ക് ശേഷമുള്ള മെൻ്റൽ ഹെൽത്ത് ശരിയാവാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ഇതേപോലുള്ള ആൾക്കാർ എടുക്കുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരാഴ്ച പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.